ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ FIUGPയിലെ മൈനർ കോഴ്സായിട്ടുള്ള ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തിലെ ഒന്നാമത്തെ മൊഡ്യൂളിലുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഒഫീഷ്യൽ വേ ഇൻഫർമേഷൻ ഈസ് ഷെയർഡ് വിത്ത് ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനുമായിട്ട്, ഒരു സംഘടന അല്ലെങ്കിൽ കുറച്ച് ആളുകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒഫീഷ്യൽ പർപ്പസിൽ അല്ലെങ്കിൽ ഇൻഫോർമലായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന രീതിയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഔദ്യോഗികപരമായിട്ട് ഒഫീഷ്യാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. It follows a set of structure going through a specific channel and usually involves document like reports, memos or emails. അതായത് ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറിലൂടെയാണ് എന്ത് ചെയ്യാറുള്ളത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ HODയുമായിട്ട് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. HOD ആ ഇഷ്യൂസ് എന്ത് ചെയ്യുന്നു, വൈസ് പ്രിൻസിപ്പാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. വൈസ് പ്രിൻസിപ്പാൾ ആ ഇഷ്യൂസ് പ്രിൻസിപ്പാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലൊരു ഒഫീഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർഡ് ആയിരിക്കും ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൽ റിപ്പോർട്ടുകളോ മെമ്മോസ്, ഇമെയിൽ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. The main purpose of formal communication is to ensure clear and professional interactions, maintain order and help everyone in the organization stay informed. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഇൻട്രാക്ഷന്, അതായത് ഒരു ഔദ്യോഗികപരമായിട്ടുള്ള ഒരു പ്രൊഫഷണലിസം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് നിയമങ്ങളൊക്കെ പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എല്ലാ സമയത്തും ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് ടൈപ്പ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ളതാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷനെ ഏതൊക്കെ രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്? അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അതായത് ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോളോസ് ഫ്രം ഹയർ ലെവൽ ടു ലോവർ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ താഴ്ന്ന ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗിവ് ഇൻസ്ട്രക്ഷൻസ്, ഷെയർഡ് ഡിസിഷൻസ് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക്. അതായത് ഫീഡ്ബാക്കുകളോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയിപ്പുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻസ് ഉപയോഗിക്കുന്നത്. അത് എക്സാമ്പിളായിട്ട് എ മാനേജർ ഗിവ്സ് ഇൻസ്ട്രക്ഷൻ ടു ദ ടീം. ഒരു മാനേജർ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ടീമിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അതാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഓഫീസർ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അപ്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺവേർഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഇൻ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ഗോസ് ഫ്രം ലോവർ ലെവൽ ടു ഹയർ ലെവൽ. അതായത് താഴ്ന്ന ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നു, അതായത് ലോവർ ലെവലിലുള്ള ഉദ്യോഗസ്ഥൻ ഹയർ ലെവലിലുള്ള ഉദ്യോഗസ്ഥനുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എംപ്ലോയീസ് യൂസ് ടു ഗിവ് ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, റിപ്പോർട്ട് ഓൺ ദെയർ വർക്ക്, അവർ ചെയ്തിട്ടുള്ള ജോലികളുടെ റിപ്പോർട്ടുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട്, ഓർ ഷെയർ കൺസേൺ വിത്ത് ദെയർ ബോസസ്, അതായത് ബോസുകളുടെ അവരുടെ ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കൺസേണുകൾ, അനുമതികൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾ എന്താണ്, ആൻ എംപ്ലോയി ഷെയറിംഗ് പ്രോഗ്രസ് ഓൺ എ പ്രൊജക്റ്റ് വിത്ത് എ സൂപ്പർവൈസർ. ഒരു സൂപ്പർവൈസർക്ക് ഒരു എംപ്ലോയി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എത്രത്തോളം പ്രോഗ്രസ് ആയി എന്നതിനെക്കുറിച്ച് അറിയിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ദിസ് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ബിറ്റ്വീൻ പീപ്പിൾ അറ്റ് ദ സെയിം ലെവൽ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ സെയിം ലെവലിൽ വരുന്ന, അതായത് ഒരേ പൊസിഷനിൽ വരുന്ന ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ലൈക്സ് കൊളീഗ്സ് ഓർ ടീം മെമ്പേഴ്സ്. അതായത് ഒരു കോളേജിൽ അവിടെയുള്ള ടീച്ചർമാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് കൊളീഗ്സ് ഫ്രം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്കിംഗ് ടുഗദർ ഓൺ എ പ്രൊജക്റ്റ്. അതായത് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ആളുകൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് ജോലി ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ സാധ്യതകളുണ്ട്. ഇതാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി
ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ബിറ്റ്വീൻ പീപ്പിൾ അറ്റ് ഡിഫറെൻറ്റ് ലെവൽ ആൻഡ് ഇൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള വ്യത്യസ്ത ലെവലുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനെയാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ബ്രേക്ക് ഡൗൺ ബാരിയേഴ്സ് ബിറ്റ്വീൻ ടീംസ് ആൻഡ് സ്പീഡ് അപ്പ് കമ്മ്യൂണിക്കേഷൻ. ഇതെന്താണ്, ഒരു ബാരിയേഴ്സ്, അതായത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബാരിയേഴ്സൊക്കെ തകർക്കാൻ ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടി സിമ്പിളാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും. ആ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന രീതിയാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. എ സ്റ്റാഫ് മെമ്പർ, എക്സാമ്പിളാണ്, എ സ്റ്റാഫ് മെമ്പർ ഫ്രം ദ സെയിൽസ് ടീം വർക്കിംഗ് ഡയറക്ട്ലി വിത്ത് എ സീനിയർ എംപ്ലോയി ഇൻ ഫിനാൻസ്. അതായത് സെയിൽസിലുള്ള ഒരു എംപ്ലോയി ഫിനാൻസിലുള്ള ഒരു എംപ്ലോയിയുമായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നു. ഇതിനെയാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ നേരത്തെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, രണ്ടാമത്തത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ is the casual and unofficial way people communicate with each other in an organization. അതായത് ജനങ്ങൾ വളരെ കാഷ്വലായിട്ട് അൺഒഫീഷ്യലായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മളുടെ സുഹൃത്തുക്കളോടും ഒക്കെ സംസാരിക്കുന്ന രീതിയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. It doesn't follow any fixed rules or structure and often happens spontaneously. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു രീതിയിലും ഒരു റൂൾസും ഒരു സ്ട്രക്ചറോ കമ്മ്യൂണിക്കേഷൻ്റെ സ്ട്രക്ചറുകളോ റൂളുകളോ ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അത് എപ്പോഴാണ് എന്ത് കാര്യങ്ങളാണോ നടക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുക, പെരുമാറുക. ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂഷ്വലി ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ഫ്രണ്ട്സ്, കൊളീഗ്സ് ഓർ അക്വൈൻറ്റൻസസ്. അതായത് പരിചയക്കാർ എന്നുള്ളതാണ് അർത്ഥം. അതായത് നമ്മൾ പരിചയമുള്ള ആളുകൾ, കൊളീഗ്സ്, ഫ്രണ്ട്സ്, ഇവരൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റിൽ ഭയങ്കര ശാന്തമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ആൾസോ നോൺ ആസ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഒരു ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേരിലും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഇറ്റ് സ്പ്രെഡ് ഇൻഫർമേഷൻ ക്വിക്ക്ലി. ഇത് വളരെ പെട്ടെന്ന് തന്നെ വിവരങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് കൊണ്ട് ഇതിനെ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലും കൂടി അറിയപ്പെടാറുണ്ട്. ഇനി ടൈപ്സ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് സിംഗിൾ ചെയിൻ എന്നുള്ളതാണ്. സിംഗിൾ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നു, ഒരാളുടെ കയ്യിലോട്ട് എത്തുന്നു, അത് മറ്റൊരാളുടെ കയ്യിലോട്ട് എത്തുന്നു, വീണ്ടും മറ്റൊരാളുടെ കയ്യിലോട്ട് എത്തുന്നു, എ ബി സി എന്ന് പറയുന്ന പേഴ്സൺ, അങ്ങനെ പോകുന്നതാണ് സിംഗിൾ ചെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. In the single chain type, information passes from one person to another in a straight line, one at a time. This chain is like a series of one-on-one conversations. ഒരാൾ നിന്ന് മറ്റൊരാളിലേക്ക്, അതിൽ നിന്ന് മറ്റൊരാളിലേക്ക്, വീണ്ടും മറ്റൊരാളിലേക്ക്, അങ്ങനെ പോകുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് സിംഗിൾ ചെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമതാണ് ഗോസിപ്പ് ചെയിൻ എന്ന് പറയുന്നത്. ഗോസിപ്പ് ചെയിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കാര്യത്തെക്കുറിച്ച് അറിയാം, ഒരു ഗോസിപ്പുകൾ അറിയാം, ഒരു പരദൂഷണം അറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു വാർത്തകൾ അറിയാം എന്ന് നമുക്ക് കരുതുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാർത്ത ഒരു സമയം കുറേ ആളുകളിലോട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, അത്തരത്തിലുള്ള കാര്യത്തിനെയാണ് ഗോസിപ്പ് ചെയിൻ എന്ന് പറയുന്നത്. ഇൻ ദ ഗോസിപ്പ് ചെയിൻ വൺ പേഴ്സൺ സ്പ്രെഡ് ഇൻഫർമേഷൻ ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അറ്റ് വൺസ്. ഒരു സമയം തന്നെ കുറേ അധികം ആളുകളിലോട്ട് ഒരു ന്യൂസ്, ഒരു ഗോസിപ്സുകൾ എത്തിക്കുക എന്നുള്ളതാണ് ഗോസിപ്പ് ചെയിൻ എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഈസ് കോമൺ വെൻ സം വാണ്ട് ടു ഷെയർ ന്യൂസ് ഓർ റൂമേഴ്സ് ക്വിക്ക്ലി വിത്തിൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പുകളിൽ ഇതൊരു കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ഗ്രൂപ്പിൽ എടാ നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ, അത്തരത്തിലുള്ള കാര്യത്തിനെയാണ് ഗോസിപ്പ് ചെയിൻ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ്, വൺ എംപ്ലോയി ടെൽസ് മൾട്ടിപ്പിൾ കൊളീഗ്സ് അബൌട്ട് എ ന്യൂ ഓഫീസ് പോളിസി ഓർ
നമുക്കൊരു പ്രൊമോഷൻ നടക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് വൺ എംപ്ലോയി ടെൽസ് മൾട്ടിപ്പിൾ കൊളീഗ്സ് അബൌട്ട് എ ന്യൂ ഓഫീസ് പോളിസി ഓർ എ റൂമർ അബൌട്ട് എ പ്രൊമോഷൻ. നമുക്കൊരു പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഓഫീസിൽ പുതിയൊരു പോളിസി വരുന്നുണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു കൊളീഗ് ബാക്കിയുള്ള കൊളീഗ്സിനോട് കുറേ അധികം ആളുകളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഗോസിപ്പ് ചെയിൻ എന്ന് പറയാറുള്ളത്. മൂന്നാമത്താണ് ക്ലസ്റ്റർ ചെയിൻ എന്ന് പറയും. ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഗ്രൂപ്പുകൾ, പ്രത്യേകം ഗ്രൂപ്പുകൾ എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അതായത് നിങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു വാർത്ത, ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു തിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ് ഓർ കൊളീഗ്സ്, അവരുടെ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ക്ലസ്റ്റർ ചെയിൻ എന്ന് പറയുന്നത്. ഇൻ ദ ക്ലസ്റ്റർ ചെയിൻ എ പേഴ്സൺ ഷെയർസ് ഇൻഫർമേഷൻ വിത്ത് എ ഫ്യൂ ക്ലോസ് ഫ്രണ്ട്സ് ഓർ കൊളീഗ്സ്. വളരെ കുറഞ്ഞ തൻ്റെ സുഹൃത്തുക്കളോട്, തൻ്റെ കൊളീഗ്സിനോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് ക്ലസ്റ്റർ ചെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദോസ് ഇൻഡിവിജ്വൽ ഷെയർ ഇറ്റ് വിത്ത് ദെയർ ഓൺ ഗ്രൂപ്പ്. അപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, അവരുടെ ഒരു ഫ്യൂ ഫ്രണ്ട്സിനോട്, അവരുടെ കൊളീഗ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് എന്തെന്ന് പറയുന്നത്, ക്ലസ്റ്റർ ചെയിൻ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് എ പേഴ്സൺ എ ഷെയർ സംതിങ് വിത്ത് പേഴ്സൺ ബി ആൻഡ് സി and then B tells a few more people while C also tell their own circle. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ആൾ കുറച്ച് കാര്യങ്ങൾ ബിയോടും സിയോടും സംസാരിക്കുന്നു. ബി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് ഈ കാര്യം പറയുന്നു. സി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടും പറയുന്നു. ഇത്തരത്തിൽ തൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോടും കൊളീഗ്സിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ക്ലസ്റ്റർ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രത്തോളമാണ് നമ്മൾ ക്ലാസ്സിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ്സിൽ മനസ്സിലായി എന്ന് കരുതുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. താങ്ക് യു.